നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ കഴിവിനെക്കുറിച്ചുള്ള സംശയം, നമ്മുടെ മൂല്യത്തെക്കുറിച്ചുള്ള സംശയം, നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള സംശയം. അവർക്ക് കഴിയുന്നുണ്ട്, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഡൗട്ട്. ഭാവിയെക്കുറിച്ചുള്ള സംശയം, അതായത് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഡൗട്ട്. സോഷ്യൽ ഡൗട്ട്, ആളുകൾ നമ്മെപ്പറ്റി എന്താ ചിന്തിക്കുക? അതുപോലെ തന്നെ പഴയ പിഴവുകളെ പറ്റിയുള്ള ഡൗട്ട്. ഇങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള ഡൗട്ട്, വികാരങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്നത്. സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ടിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? പരാജയപ്പെട്ട അനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം. മറ്റുള്ളവരുടെ വിമർശനം ഉണ്ടായേക്കാം. താരതമ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം നാം. അതുപോലെ നമ്മുടെ ആത്മവിശ്വാസക്കുറവായിരിക്കാം. അതുപോലെ നമ്മുടെ ഭയവും ആകുലതകളും ഒക്കെയുമായിരിക്കാം നമ്മളുടെ സെൽഫ് ഡൗട്ടിന് കാരണം. നാം ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് നമ്മെ തടുക്കുന്ന ഒരു നിശബ്ദ ശത്രുവാണ്. അതിനെ തോൽപ്പിക്കുന്നത് ചെറിയ ചുവടുകൾ, നല്ല ചിന്തകൾ, സ്വയം വിശ്വാസം, നിരന്തരമായ ശ്രമം ഇവയൊക്കെ കൂടെ ആണ് സെൽഫ് ഡൗട്ടിന് ഒരു പരിഹാരമാകാനായിട്ട് പറ്റുള്ളൂ. സെൽഫ് ഡൗട്ട് എന്നത് നമ്മളെ വളർച്ചയിലോട്ടല്ല, നമ്മളെ താഴ്ചയിലോട്ട് നയിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നാം മനസ്സിലാക്കി അതിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നാം ശ്രദ്ധിക്കണം. നമ്മളുടെ മനസ്സ് ഒരുപക്ഷെ ഇപ്പോൾ സംശയങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കൂ, നാം യഥാർത്ഥത്തിൽ കഴിവുള്ളവരാണ്. ഒരു ചെറിയ ചുവട് ഇന്ന് വെക്കുന്നത് നാളെ ഒരു വലിയ ജീവിതത്തിന് വഴിമാറ്റിയേക്കാം. നാം പിന്നിലല്ല എന്നൊരു ധാരണ, എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഭയങ്ങളെ തോൽപ്പിക്കൂ. നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങൾ തോൽപ്പിക്കൂ. നിന്റെ ശക്തിയെ തുറന്നു വിടൂ. ഫ്ലൈ ഹൈ, പറക്കാം നമുക്ക്. ഉയരാൻ ചിറകുകൾ നിനക്കുണ്ട്. അവയെ ഉപയോഗിക്കാൻ ധൈര്യം മാത്രം വേണം. So keep going and keep shining, dears. Thank you.